നമസ്കാരം. ഇന്ന് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ടേസ്റ്റിലുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു പ്രത്യേക മസാലയൊക്കെ റെഡിയാക്കിയിട്ടാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം. ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 15 ചെറിയുള്ളി, വെളുത്തുള്ളി 7 എണ്ണം, ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഗ്രാമ്പു 2, പട്ട ചെറിയ പീസ്, 2 ഏലക്കായ, പിന്നെ വേണ്ടത് പെരുംജീരകമാണ്. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കാശ്മീരി ചില്ലി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാശ്മീരി ചില്ലിക്ക് എരിവ് തീരെ കുറവായിരിക്കും. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ളു ഗരം മസാല. അപ്പം ഗരം മസാല കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട, നമ്മൾ സ്പൈസസ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കോൺഫ്ലവർ ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അതിന് മുമ്പ് കുറച്ച് വിനാഗിരി കൂടി ചേർത്തേക്കണേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല നമുക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമുക്ക് സമയമുള്ളതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുത്ത പാട് ഒന്നും വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്. കുറച്ച് സമയം ഒന്ന് ആ ഒരു എണ്ണയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. നമ്മൾ വറുത്ത് കോരാനാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതാ ചിക്കൻ ചീനച്ചട്ടിയിൽ നിന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. പുറമേ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.